സരംഗ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും എന്ന മുന്നറിയിപ്പ് തന്നെയാണുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത കൂടി നമ്മുടെ മുൻപിലേക്ക് വരുന്നുണ്ടല്ലോ. നെടുമങ്ങാട് ലൈൻ കമ്പി പൊട്ടി വീണ് ഒരാൾ മരണപ്പെട്ടു എന്ന വാർത്ത. ഈ മഴയിൽ കാറ്റിൽ മരമൊടിഞ്ഞ് പോസ്റ്റ് തകരുകയായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അതിലേക്ക് ആദ്യം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ പോസ്റ്റ് ഏതാണ്ട് തകരാറായ അവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ ദ്രവിച്ച അവസ്ഥയിലായിരുന്നു. അത് തുടർച്ചയായിട്ടുള്ള മഴ കാരണം തന്നെ അതൊരു അപകടാവസ്ഥയിലായിരുന്നു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അത്തരത്തിലൊരു സംഭവത്തിൽ നിന്നാണ് ഈ പോസ്റ്റ് റോഡിലേക്ക് മറിഞ്ഞു വീണിരുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ 3 യുവാക്കൾ, അക്ഷയ് ഉൾപ്പെടെ, വണ്ടി ഓടിച്ചിരുന്ന അക്ഷയ് ഉൾപ്പെടെ 3 യുവാക്കൾ കേറ്ററിംഗ് ജോലി കഴിഞ്ഞ് ഏറെ വൈകി എങ്കിൽ പോലും വീട്ടിലേക്ക് ഇവർ 3 പേരും വരുന്നു. നെടുമങ്ങാട് പാപ്പനമൂട് ഭാഗത്തോടു കൂടി വരുന്നു. ഈ സമയത്താണ്, അതായത് ഏതാണ്ട് പുലർച്ചെ 2 മണിയായിരുന്നു. ഈ വഴിയിൽ കൃത്യമായി വെളിച്ചമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് പോസ്റ്റ് വീണ് കിടക്കുന്നത് കൃത്യമായിട്ട് 3 പേർക്കും കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഈ പോസ്റ്റിൽ തട്ടി ഈ ബൈക്കടക്കം ഇത്തരത്തിൽ ഈ അക്ഷയ് എന്ന് പറഞ്ഞ യുവാവ്, 19 വയസ്സുള്ള യുവാവ്, ഈ പോസ്റ്റിലേക്ക് വീഴുകയായിരുന്നു. തത്സമയം തന്നെ ഇത്തരത്തിൽ അക്ഷയ്ക്ക് ഷോക്ക് ഏറ്റു. എന്നാൽ അതേസമയം ഈ അതായത് ബൈക്ക് വീഴുന്ന സമയം തന്നെ ഈ പുറകിൽ നിന്ന് 2 പേരും ചാടി രക്ഷപ്പെട്ടതുകൊണ്ട് ഇവർക്ക് കാര്യമായ പരിക്കുകളില്ല. അക്ഷയാണ് പ്രധാനമായും ഇത്തരത്തിൽ ഈ പോസ്റ്റിലേക്ക്, അതായത് ലൈൻ കമ്പി പൊട്ടി വീണ ഈ പോസ്റ്റിലേക്ക് അക്ഷയാണ് വീണത്. തത്സമയം തന്നെ അക്ഷയ്ക്ക് ഷോക്ക് ഏറ്റു. ഉടനെ തന്നെ വൈകാതെ ഏതാണ്ട് ഒരു പുലർച്ചയോടുകൂടി ഇത്തരത്തിൽ തൊട്ടടുത്തുള്ള ഒരു പ്രാഥമിക കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും അക്ഷയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ വീട്ടുകാരേക്ക് കാര്യം അറിയുന്നത്. അപ്പോൾ പ്രദേശത്ത് ആ പോസ്റ്റ് ഇത്തരത്തിൽ ഏറെ കാലമായിട്ട് പഴക്കം ചെന്ന് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഏതാണ്ട് ദ്രവിച്ച് അപകടാവസ്ഥയിൽ തന്നെയായിരുന്നു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അത്തരത്തിലൊരു അവസ്ഥയിലാണ് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അതായത് മഴ കാരണം തന്നെ ഇത് പോസ്റ്റ് അപകടാവസ്ഥയിലായിരുന്നു. പിന്നെ ഇന്നലെ പുലർച്ചെ വലിയ മഴയില്ലെങ്കിൽ പോലും റോഡൊക്കെ നനഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരുപക്ഷെ ഈ പെട്ടെന്ന് ഈ റോഡിൽ ഈ പോസ്റ്റ് വീണ് കിടക്കുന്ന പെട്ടെന്ന് ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കില്ല. കാരണം ഏറെ വൈകി, കേറ്ററിംഗ് ജോലി കഴിഞ്ഞ് ഏറെ വൈകി. അപ്പോൾ വീട്ടിലെത്താനുള്ള തിടുക്കമായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ റോഡിൽ ഇത്തരത്തിലൊരു വലിയ അപകടം കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളത് ഇവർ 3 പേരും തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അശ്രദ്ധ മൂലം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ബ്രേക്ക് പിടിച്ച് നിർത്താനോ മറ്റോ സാധിച്ചില്ല. ആ സമയം തന്നെ അക്ഷയ് ഈ പോസ്റ്റിലേക്ക് മരവും വീണെടുക്കുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് ഈ പോസ്റ്റിലേക്ക് മരം ഇടിച്ചാണ് പോസ്റ്റ് വീണത്. അതുകൊണ്ട് തന്നെ അക്ഷയ് ഇത്തരത്തിൽ തൽക്ഷണം തന്നെ ഈ പോസ്റ്റിലേക്ക് വീഴുകയായിരുന്നു. അവിടെ വെച്ച് തന്നെ അക്ഷയ്ക്ക് ഷോക്ക് ഏറ്റു. ഭാഗ്യം കൊണ്ട് മറ്റ് 2 പേർക്ക് വലിയ അപകടങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനു.